പലതരം വണ്ടികൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു ഐറ്റം ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ദിസ് മൈ ഫ്രണ്ട്സ് ഇസ് എ ഡോജ് റാം 6x6. എന്തല്ലേ, ഒരു രക്ഷയില്ലാത്ത മോഡിഫിക്കേഷൻ തന്നെയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ആൻഡ് ഈ എൻറ്റയർ മോഡിഫിക്കേഷൻ ചെയ്ത് ഒരു മലയാളിയാണ്. ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. അർഫാദ് ബ്രോ, യെസ് ബ്രോ, മാരക ഐറ്റം തന്നെ. ഇതെന്താ റൈറ്റ് ഹാൻഡ് ഡ്രൈവ്? വെറുതെ ചുമ്മാ ഒന്ന് ആഫ്രിക്കയ്ക്ക് വിടാൻ വേണ്ടിട്ടുള്ള. ഇപ്പൊ ഇത് നിങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇവിടെ പണി ചെയ്തതിന് ശേഷം നേരെ ആഫ്രിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. നിങ്ങളൊന്ന് ഇറങ്ങിയേ, ഒന്ന് പറഞ്ഞ എന്തൊക്കെ നിങ്ങൾ ചെയ്ത. ഒന്ന് ചേസ് എക്സ്റ്റെൻഡ് ചെയ്ത്, സസ്പെൻഷൻ ഒരു ഓഫ് റോഡ് ഹെവി ഡ്യൂട്ടി അപ്ഗ്രേഡ് ചെയ്ത്, പിന്നെ വൈറ്റ് ബോഡി ആക്കി, സൈഡ് സ്കേർട്ട്, പിന്നെ റൂഫ് റാക്ക്, സ്പെയർ വീൽ കാരിയർ. ഇത് നമ്മുടെ റാംബോക്സ് അല്ലേ? ഇത് റാംബോക്സ് എക്സ്റ്റെൻഡ് ചെയ്തില്ല. ഈ ചേസും ഈ ബാക്ക് ഡിക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് റാംബോക്സിന് അതിന് മിഡിൽ കൊണ്ടുവന്ന് പിന്നെ സ്നോർക്കിൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു മോഡിഫിക്കേഷൻ ചെയ്യാൻ എത്ര രൂപ? ഓൾമോസ്റ്റ് ഒരു 130,000 ഇതുവരെ സ്പെൻഡ് ആയിട്ടുണ്ട്. ഇതുവരെ ഓൾമോസ്റ്റ് 11 മാസം എടുത്തു ബ്രോ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. 11 months. ആൻഡ് ബൈ ദ വേ, ഇത് ആക്ച്വലി ഒരു റാം 1500 സ്പെഷ്യൽ എഡിഷൻ വണ്ടിനെയാണ് ഇവരിതാ ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. ക്രാഫ്റ്റ്മാൻഷിപ്പ് സമ്മതിക്കണം കേട്ടോ. താങ്ക് യു. യു ആർ ദ മാൻ. താങ്ക് യു.